നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമായണത്തെ കൂട്ടുപിടിച്ച് ഡൽഹിയിൽ പാർട്ടികളുടെ പ്രചാരണം. വനവാസകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകുവാൻ രാവണൻ അയച്ച സ്വർണ്ണമാനിനെ പോലെയാണ് BJP എന്ന് ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. വാഗ്ദാനങ്ങൾ പാലിക്കാതെ BJP വഞ്ചിക്കുമെന്ന് വാദിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കെജ്രിവാൾ നടത്തിയ പ്രസംഗം BJP വിവാദമാക്കി. രാമായണത്തെ കെജ്രിവാൾ അവഹേളിച്ചെന്ന് കുറ്റപ്പെടുത്തി പ്രായശ്ചിത്ത പ്രാർത്ഥനയ്ക്ക് BJP നേതാക്കൾ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി. രാവണനെ ന്യായീകരിക്കുന്ന അസുരപ്രേമികളായി BJP നേതാക്കൾ മാറിയെന്ന് കെജ്രിവാൾ തിരിച്ചടിച്ചു. തിങ്കളാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് കെജ്രിവാൾ BJPയെ മാനിനോട് ഉപമിച്ചത്. ഇതേറ്റുപിടിച്ച് കെജ്രിവാൾ ഹിന്ദുവിരുദ്ധനാണെന്ന് BJP ആരോപിച്ചു. ഇല്ലാക്കഥ പറഞ്ഞ് കെജ്രിവാൾ രാമായണത്തെ അവഹേളിച്ചെന്നും ഹിന്ദുവികാരം വ്രണപ്പെടുത്തിയെന്നും BJP ഡൽഹി പ്രസിഡന്റ് വീരേന്ദ്ര സുച്ദേവ കുറ്റപ്പെടുത്തി. അതേസമയം അസുരരാജാവായ രാവണനെ ന്യായീകരിച്ചാണ് BJP നേതാക്കളുടെ പ്രതിഷേധമെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദം വരെ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പു നൽകി ഡൽഹിയിൽ BJPയുടെ രണ്ടാം പ്രകടന പത്രിക. സാങ്കേതിക കോഴ്സുകൾ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് ഒറ്റത്തവണ സഹായമായി 15,000 രൂപ എന്നിവയാണ് മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ. മുതിർന്ന നേതാവ് അനുരാഗ് ഠാക്കൂറാണ് പത്രിക പുറത്തിറക്കിയത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടുത്ത ആഴ്ച മുതൽ ഡൽഹിയിൽ എത്തുമെന്ന വിവരം പുറത്തുവന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിതിന് വേണ്ടി രാഹുൽ പ്രചരണം നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ മത്സരിക്കുന്ന അൽക്ക ലാംബയ്ക്കു വേണ്ടി പ്രിയങ്ക റോഡ് ഷോ നടത്തും.